ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ മുൻപ് മക്രോണി ഷവർമ ഇട്ടിട്ടുണ്ടായിരുന്നു, ഷവർമയുടെ ടേസ്റ്റുള്ള മക്രോണി. അപ്പോൾ അത് ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിടാനായിട്ട്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണിത്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾറെഡി അതൊക്കെ ചെയ്തവരാണെങ്കിൽ ഒന്ന് കൺഫേം ചെയ്യുക ഓളിൽ തന്നെയാണോ ഇരിക്കുന്നതെന്നുള്ളത്. അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നല്ലപോലെ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് മക്രോണി ചേർത്ത് കൊടുക്കണം. മക്രോണി അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള വേറെ ഏത് പാസ്തയാലും കുഴപ്പമില്ല. അപ്പോൾ 1 കപ്പാണ് ഞാനിത് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്താൽ മതി, ഒരുപാട് നേരമൊന്നും എടുക്കില്ല. ഒരു 85% ഒക്കെ വെന്താൽ മതി, കാരണം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് നേരമൊക്കെ മാറി വരും മക്രോണി വേവുന്ന സമയത്ത്. ഇനി ഇതിലെ വെള്ളം നമുക്ക് പെട്ടെന്ന് തന്നെ ഊറ്റി കളയണം, എന്നിട്ട് അത് അവിടെ എടുത്തു വെക്കാം. അതിനുശേഷം വേണം നമ്മൾ ഇതിനകത്തോട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു കടായിക്കകത്ത് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. എല്ലാം ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ. അതേപോലെ തന്നെ സവാളയും ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അതേപോലെ തന്നെ വെജിറ്റബിൾസ് ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഞാൻ ഇതിനകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതി. ഇനി ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം, എന്നിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് മെയിൻ ആയിട്ടുള്ള ക്രീം ഉണ്ടാക്കണം, വൈറ്റ് സോസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ബട്ടർ നന്നായിട്ട് ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 3 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ കുറച്ച് നേരം ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാതെ നല്ലപോലെ വഴറ്റിയെടുക്കാൻ നോക്കുക. അപ്പം മൈദ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല, കരിയാൻ പാടില്ല. അപ്പം ഇനി ഇതിനകത്തോട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് പാലാണ് ചേർക്കുന്നത്. അപ്പം ആദ്യം തന്നെ ഒരു 1/4 കപ്പ് ചേർത്തിട്ട് നല്ലപോലെ മൈദ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഇനി ലോ ഫ്ലെയിമിൽ വേണം നമ്മളെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ കുറച്ചായിട്ട് പാലൊഴിച്ച് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പാലൊക്കെ ഒഴിച്ചത് മൈദ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ കുറച്ച് നേരം ഇതേപോലെ ചെയ്യുക, നല്ലപോലെ ഇളക്കി കൊടുക്കണം, അല്ല പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ചെറുതായിട്ട് കുറുകിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവ് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കിയെടുക്കുക. ഒരുപാട് അങ്ങ് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല, കാരണം ചൂടാറുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകും. അപ്പോൾ അതേപോലെ തന്നെ ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 ടീസ്പൂൺ വെളുത്തുള്ളി നന്നായിട്ട് ബട്ടറിലൊന്ന് വഴറ്റിയെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റെപ്പ് നിർബന്ധമില്ല, വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. അതേപോലെ തന്നെ നിങ്ങൾക്ക് ബട്ടർ ഉരുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഏകദേശം ഒരു 5-6 വെളുത്തുള്ളി ഉണ്ടാവും. ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും മതി കട്ടി, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഏകദേശം അതൊരു പോറിങ് കൺസിസ്റ്റൻസിയാണ് ഉള്ളത്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് പച്ചക്കറി വഴറ്റിയത് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് കുഴച്ചെടുക്കരുത്, ജസ്റ്റ് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് 2 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. കുറച്ച് ചൂടാറുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്രീമി ആയിട്ടുള്ള പാസ്ത അവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും കുട്ടികൾക്ക് ഇന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കൂടെ പറയാൻ മറക്കണ്ട. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.